ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷത്തിന് ശേഷം അങ്ങനെ ഒറ്റയടിക്ക് പൊട്ടിച്ചിരിക്കുകയാണ്. 233 പേജ് അടങ്ങിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം ഏഷ്യാനെറ്റ് അടക്കമുള്ള 8 പേര് അപേക്ഷ നൽകിയതിനെ തുടർന്ന് അവർക്കാണ് ഈ പറയുന്ന 8 പേർക്കാണ് അതിന്റെ പകർപ്പ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അടിമുടി സ്ത്രീ വിരുദ്ധത നിറഞ്ഞിരിക്കുന്നതാണ് അല്ലെങ്കിൽ അതിൽ പ്രകാരമുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന മൊഴികളടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. വലിയൊരു മാഫിയ സംഘം ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്ത്രീകൾ മാത്രമല്ല പലപ്പോഴും ശബ്ദം ഉയർത്താൻ പുരുഷന്മാരും ഭയക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള അവഗണനകൾ, സ്ത്രീകൾ ലൈംഗികപരമായിട്ട് ചൂഷണത്തിന് ഇരയാകുന്നത് ചെറിയ തരത്തിലൊന്നുമല്ല വലിയ തരത്തിലേക്ക്, കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത് മാത്രമല്ല ഈ പറയുന്ന 18 വയസ്സിൽ താഴെയുള്ള, അതായത് പോക്സോ വകുപ്പിൽ പ്രകാരം പെടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളും ഈ രംഗത്ത് നടക്കുന്നു എന്നുള്ള അതിതീവ്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കാരണം ഇങ്ങനൊരു കാര്യത്തിനെ കുറിച്ച് പ്രതികരിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, പെട്ടെന്ന് സത്യം തന്നെയാണ്, വാസ്തവമുള്ള കാര്യമാണ്. പെട്ടെന്ന് കയറി എടുത്തു ചാടി ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ളൊരു കാര്യമാണ്, സ്ത്രീയെയും പുരുഷനെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ കൃത്യമായ ഒരു വായന അവിടെ അത്യന്താപേക്ഷിതമാണ്. അപ്പം അതിനുശേഷം അദ്ദേഹം മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന വമ്പന്മാരായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന സ്ത്രീകളിൽ ലൈംഗികപരമായിട്ട് നടികളായി ഈ പറയുന്ന അവസരങ്ങൾ നൽകാൻ വേണ്ടി നിർമ്മാതാക്കളായാലും സംവിധായകന്മാരായാലും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല വേഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് സിനിമയിൽ വേഷങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇവരെ ലൈംഗികപരമായിട്ട് ദുരുപയോഗം ചെയ്യുക. പിന്നീട് ലഹരി മരുന്നിൻ്റെ ഉപയോഗം അത് ഈ പറയുന്ന സിനിമാ സെറ്റുകളിൽ വലിയ രീതിക്ക് കൂടുന്നുണ്ട്. ഈ പറയുന്ന മദ്യപാനം മാത്രമല്ല മയക്കുമരുന്ന് പോലും. ഇതിനുശേഷം ഈ ഡ്രഗ് അടിച്ചിട്ട് വന്നിട്ടുള്ള നായകന്മാർ പലരും സ്ത്രീകളുടെ റൂമുകളിലേക്ക് പോയി അതിശല്യമാവുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ ഈ റൂം തട്ടി പൊളിക്കുന്ന വിധത്തിലേക്ക് തട്ടിമുട്ടി അവരെ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കിടക്ക പങ്കിടുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി വിളിക്കുക, അത്രയും അസഹനീയമായിട്ടുള്ള തരത്തിലുള്ള വൃത്തികേടുകൾ പറയുക. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല മൊഴി നൽകാൻ ഒരുപാട് പേരെ സമീപിക്കുന്ന സമയത്ത് അവരൊക്കെ പേടിച്ചു പോകുന്നതായിട്ടുള്ള റിപ്പോർട്ട്, അതായത് മൊഴി നൽകാൻ വരെ പേടിയാണ് അവർക്ക് കൃത്യമായിട്ട്. കാരണം ഈ രംഗത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പരാതി പറയുന്നത് ആരാണോ അവരെ ഫീൽഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന സമ്പ്രദായമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇംഗിതത്തിനനുസരിച്ച് വഴങ്ങാതിരിക്കുന്ന നടിമാരെയാണെങ്കിൽ റീടേക്കുകൾ എടുത്ത് ഈ പറയുന്ന പലതരത്തിൽ അവരെ ഇത് മടുപ്പിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ ഈ പറയുന്ന അവർക്ക് ഒന്നിച്ച് നിന്ന് കൊടുക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവർ ഭയങ്കരമായിട്ട് കയറി അവരുടെ കരിയർ ഗ്രാഫ് എന്ന് പറയുന്ന ഉയർന്നുകൊണ്ടേ ഇരിക്കുന്ന തരത്തിലേക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടൊരു കോഡ് തന്നെ നൽകുന്നു. കാരണം ഇങ്ങനെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നായകന്മാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംവിധായകർക്ക്, നിർമ്മാതാക്കൾക്കൊക്കെ, അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലുള്ളവർക്ക് വഴങ്ങി കൊടുക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ഒരു കോഡ് തന്നെ പിന്നീട് സൃഷ്ടിക്കപ്പെടുന്നു എന്ന തരത്തിലൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കുറച്ച് നടന്മാർ, അതായത് പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് നടന്മാർ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിച്ച വിധം കേട്ട് കഴിഞ്ഞാലാണ് ഏറെ ഞെട്ടുന്നതെന്ന് പറയുന്നത്. കാരണം ഇത് ഇവിടെ മാത്രം നടക്കുന്നതല്ല, ഇത് മൊത്തത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഇത് ഇപ്പോഴല്ല പറയേണ്ടുള്ളത്, ആ ഒരു സംഭവം നടക്കുന്ന സമയത്തെ കർണക്കുറ്റിക്ക് അടിച്ചുകൊണ്ട് പ്രതികരിക്കേണ്ടതാണ് എന്ന തരത്തിലേക്കൊക്കെ ചില ആൾക്കാരുടെ വിലയിരുത്തലുകൾ പോകുന്നു. അത് ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന അമിതമായിട്ടുള്ള ഡ്രഗ്സും മറ്റും കുത്തിവെച്ചിട്ട് വന്ന് കയറി ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ വല്ലാത്ത മാരകമായിട്ടുള്ള വിധത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എത്രയെന്ന് പറഞ്ഞുകൊണ്ടാണ് തടഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെ ഇതിനെ സപ്പോർട്ടായി നിൽക്കുന്ന സമയത്ത് എത്ര പേർക്കാണ് ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഇത് ഏതൊരു ഫീൽഡിൽ, ഈ സിനിമാ ഫീൽഡിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ചർച്ചകൾ പക്ഷേ തെളിവുകളില്ലാതെ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ മൊഴികൾ നൽകിയ കുറച്ചധികം പേർക്കും പേടിയുണ്ട്. കാരണം ഇവിടെ ഒരു മാഫിയ സംഘം വളർന്നു വരുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ. അപ്പം അവർ കൃത്യമായിട്ട് ഈ പറയുന്ന പരാതി കൊടുക്കുകയും ഇവർക്ക് വഴങ്ങാതിരിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, അവരുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനത്തുള്ള കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല ഈ പറയുന്ന തരത്തിൽ വൃത്തികെട്ട കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്നവർക്ക് മാത്രം ഈ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റും എന്നുള്ള തരത്തിലേക്കാണ് ഇവിടുത്തെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന വമ്പന്മാരായിട്ടുള്ള കുറേയധികം നടന്മാരുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ
റിപ്പോർട്ടിന് വേണ്ടിയിട്ട് മൊഴി കൊടുത്ത ആൾക്കാരെ ഇപ്പം പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിപ്പോർട്ടിന് മൊഴി കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊന്നും വെളിയിൽ വരില്ല എന്ന തരത്തിലായിരുന്നു പുറത്തേക്ക് വന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ പുറത്തേക്ക് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് തന്നെ, ഒരു പകർപ്പ് തന്നെ വെളിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളും ആരാണ് കൊടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അവരെ ഈ പിറകിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് തന്നെ തോന്നുന്നു. പിന്നീട് ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഈ രംഗം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ കല എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായോ ഇപ്പോൾ പിന്നീട് പരിപോഷിപ്പിച്ചെടുക്കുകയോ ചെയ്യുന്ന ഒരു കഴിവ് തന്നെയാണ് കല എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ദൈവാനുഗ്രഹത്തോടെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന സിനിമ ആയാലും നാടകമായാലും മറ്റേത് ഫീൽഡ് തന്നെ ആയാലും അഭിനയമാണല്ലോ. അപ്പം ആ ഒരു രംഗത്ത് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാനുള്ള കഴിവ് മാത്രമാണ്. ആ കഴിവിലപ്പുറത്തേക്ക് ഒരു രംഗം അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി, റോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ്. ഇത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം സ്ത്രീകൾ, ഈ നടിമാർ അല്ലെങ്കിൽ നടിമാരുടെ അമ്മമാരും മറ്റുമൊക്കെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് എന്താ പറയുന്നത് വഴങ്ങി കൊടുക്കാറുണ്ട് എന്ന തരത്തിലൊക്കെയും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ തന്നെയാണ് മറ്റുള്ള സ്ത്രീകൾക്ക് സത്യത്തിൽ ഭീഷണിയായി മാറുന്നതെന്ന് പറയുന്നത്. കൃത്യമായി തങ്ങളോട് തെറ്റായിട്ടുള്ള രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകുന്ന സമയത്തെ അതിന് ശരിയാവണ്ണം പ്രതികരിച്ച് നാണം കെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു സ്ത്രീയോട് ഇത്തരത്തിൽ പെരുമാറാനായിട്ട് ഏതൊരുവനും സത്യത്തിൽ ധൈര്യം ഉണ്ടാവില്ല. ഇത് ഈ പറയുന്ന പുരുഷന്മാരോട് ആരെങ്കിലും പറയുമോ ഒരു റോള് കൊടുക്കുന്ന സമയത്ത് ഈ ഇംഗിതത്തിനനുസരിച്ച് നിന്ന് കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല. അപ്പം പുരുഷന് കിട്ടേണ്ട അതേ തുല്യ സമത്വം അല്ലെങ്കിൽ അവസര സമത്വം തന്നെയാണ് സ്ത്രീകൾക്ക് കിട്ടേണ്ടത്. ഈ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ആയാലും കിട്ടുന്ന നീതികൾക്കിടെ ആയാലും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സെറ്റിൽ കിട്ടുന്ന ഫെസിലിറ്റീസിനായാലും അല്ലെന്നുണ്ടെങ്കിൽ വേതനത്തിനായാലും ഇതിനെല്ലാം ഈ പറയുന്ന പുരുഷനോടൊപ്പം തന്നെ തുല്യ നീതി ഉറപ്പുവരുത്തേണ്ട ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവരും ചെയ്യുന്ന തൊഴിലെന്ന് പറയുന്നത് അഭിനയം തന്നെയാണ്. അപ്പം ഈ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ബാത്റൂം പോലുള്ള ഫെസിലിറ്റീസ് പോലും പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം പലതരത്തിൽ ഈ പറയുന്ന താഴെ തട്ട്, മേലെ തട്ട്, അതിൻ്റെ മേലെ തട്ട്, ഏറ്റവും മെഗാസ്റ്റാറുകളുടെ തട്ട്, ഇത്തരത്തിലുള്ള ഒരു ക്രമം ഇത് ആരുണ്ടാക്കി വെച്ചു എന്നുള്ളത് ഏറ്റവും ചിന്താവഹമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പഴയ കാലത്തെ സിനിമയുണ്ട്, ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല. നമ്മുടെ ബാബുരാജ് പറഞ്ഞൊരു സംഭവം പോലെ അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചൊരു കാര്യമുണ്ട്. അതായത് ക്യാരവാനൊക്കെ വന്നത് ഇന്നാണ്, പണ്ടെന്ന് പറയുന്നത് ഇത്തരത്തിലായിരുന്നില്ല. കുറച്ചധികം ഈ പറയുന്ന തുണികളോ മറ്റോ ചുറ്റിയിട്ട് ഇത്തരത്തിലൊക്കെ ആയിരുന്നു. എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി വിശ്രമിക്കുക, ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന ഇത്തരത്തിൽ ക്യാരവാൻ പോലുള്ള സൗകര്യങ്ങൾ. ആ ക്യാരവാൻ പോലും ഏറ്റവും മെഗാ സ്റ്റാറുകൾ അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാർക്ക് മാത്രം നൽകുന്ന തരത്തിലേക്ക് ഇത്തരത്തിലൊക്കെ ഒരു ക്രമീകരണം എങ്ങനെയാണ്, എത്തരത്തിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം അഭിനയിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പറയുന്ന ഒരുപോലെ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്, വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരാളാണ്. ഇന്ന് പുതിയതായിട്ട് വരുന്ന നായകനാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രമുഖ നടനായിട്ട് മാറുന്നത്. അപ്പം വന്ന് കയറുമ്പോഴേ ഒരാൾ ഭയങ്കരമായിട്ട് അവിടെ ഈ പറയുന്ന അറിയപ്പെടണം അല്ലെങ്കിൽ അവരുടെ പേര് എഴുതി വയ്ക്കപ്പെടണം എന്നൊന്നുമില്ല. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെയാണ് അവർ ഈ പറയുന്ന അവരുടെ പേര് അവിടെ കൊത്തി വയ്പ്പിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിനയിക്കാൻ വരുന്നവരെല്ലാം ഒരുപോലെ ഒരേ തട്ടിൽ കാണേണ്ടതാണ്. ഇപ്പോൾ സെറ്റിൽ ചായ കൊടുക്കുന്നവനെയും ഏറ്റവും വലിയ റോൾ ചെയ്യുന്ന ആൾക്കാരെയും ഒരുപോലെയാണ് കാണുന്നതെന്ന് പറയുന്ന ചില ആൾക്കാരുടെ അഭിമുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട് അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നതെന്ന് ഈ ഒരു റിപ്പോർട്ടിന് പ്രകാരം മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ റിപ്പോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ഈ ഒരു ചർച്ചകൾക്ക് അല്ലെങ്കിൽ വിധേയമായിരിക്കുന്നത്. ഇതിലപ്പുറത്തേക്കുള്ള ചർച്ചകളുണ്ട് കൃത്യമായിട്ട്. എന്നിരുന്നാൽ പോലും എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്നത് അടിമുടി സ്ത്രീ വിരുദ്ധതയാണ്. അത് മാത്രമല്ല സ്ത്രീകളെ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുന്നത്, അത് മാത്രമല്ല 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വൃത്തികെട്ട ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ ഫീൽഡ്. ഇവിടെ ഒരു വലിയൊരു മാഫിയ സംഘം തന്നെ വളർന്നു വരുന്നു. ഇവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റുന്ന ഈ ഒരു കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങളെയൊക്കെ ശക്തമായി എതിരിടേണ്ട കാര്യമാണ്. ഇത് മലയാള ഫീൽഡിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, ഈ പറയുന്ന ബോളിവുഡ്, ഹോളിവുഡ് പോലുള്ള എല്ലാ ഫീൽഡിലും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം. കാരണം എന്ന് പറയുന്നത് നിയമവും സമത്വവും എല്ലാം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്.